السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിന്റെ 17 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. 18 മുതൽ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. അവിടെ സുക്കൂനുള്ള നൂനേഷം താ വരുമ്പോൾ ഇഖ്ഫാദ് ചെയ്ത് മണിച്ചോദണം. ഷൈഉൻ വ അവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദണം. ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഅഖാമുസ്സലാഹ് വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി വഇലല്ലാഹിൽ മസീർ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വലദ്ദുലുമാതു വലന്നൂർ വലദ്ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാഅ. മയ്യ സുക്കൂനുള്ള നൂനേഷം യാ വരുമ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദണം. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ ഇൻ അൻത ഇല്ലാ നദീർ. ഇൻ ആത്ത എന്നിടത്ത് ഇഖ്ഫാദ് ചെയ്ത് മണിച്ചോദേണ്ടുന്ന സ്ഥലമാണ്. അപ്പോ കഴിഞ്ഞ ആയത്തിൽ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടവരാണ്, അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല, എന്നാൽ എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിനെ ആവശ്യമാണ് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു വച്ചത്. ഈ ആയത്ത് മുതൽ വലാ തസിറു വാസിറത്തും വിസറ ഉഖ്റ, വലാ തസിറു ഒരു കുറ്റം ഏറ്റെടുക്കുകയില്ല, കുറ്റം വഹിക്കുകയില്ല, വാസിറത്തുൻ പാപം വഹിക്കുന്ന അല്ലെങ്കിൽ കുറ്റം വഹിക്കുന്ന ഒരാളും, വിസ്റ ഉഖ്റ മറ്റൊരാളുടെ പാപഭാരം, ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. വഇൻ തദ്ഉ മുസ്ഖലത്തുൻ, മുസ്ഖലത്ത് എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്ന ഒരാൾ, ഭാരം വഹിക്കുന്ന ഒരാൾ വിളിച്ചാൽ, ഇലാ ഹിംലിഹ ആ ഭാരമൊന്ന് ചുമക്കുന്നതിനായി ആരെങ്കിലും വിളിച്ചാൽ, ലാ യുഹ്മൽ മിൻഹു ഷൈഉൻ അയാളിൽ നിന്ന് ഒന്നും വഹിക്കപ്പെടുകയില്ല. വല്ലാതെ ഭാരം തൂങ്ങി നടക്കുന്ന ഒരാൾ ഒന്ന് സഹായിക്കുമെന്ന് വെച്ചാൽ ആരും അയാളെ സഹായിക്കൂല. വലൗ കാന ദാ ഖുർബ അത് വളരെ അടുത്ത ആളാണെങ്കിൽ പോലും, കുടുംബക്കാരാണെങ്കിൽ പോലും. നാളെ പരലോകത്ത് നടക്കുന്ന മനുഷ്യന്റെ നിസ്സഹായമായ ഒരവസ്ഥയെ പറ്റിയാണ് ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഒരു കുറ്റവാളിയുടെ കുറ്റം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. കുടുംബക്കാരടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ സൂറത്തു അബസയിൽ നമ്മളതിൻ്റെ വിശദീകരണം ഒന്നുകൂടി കാണുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി സ്വന്തം സഹോദരനിൽ നിന്ന് ഓടിക്കളയും, വ ഉമ്മിഹി ഉമ്മയിൽ നിന്ന്, വ അബീഹി പിതാവിൽ നിന്ന്, വ സാഹിബത്തിഹി ഇണയിൽ നിന്ന്, വ ബനീഹി മക്കളിൽ നിന്ന്. അതിലപ്പറാരാളുള്ളത്? കുടുംബക്കാര്. അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ മാറിക്കളയും. ആരും മറ്റൊരാളെ വഹിക്കാൻ കഴിയില്ല. കാരണം എന്താ? ലിക്കുല്ലിംരിഇൻ ഓരോരുത്തർക്കുമുണ്ട്, മിൻഹും അവരിൽ നിന്ന്, യൗമ ഇതിന് ആ ദിവസം, ഷഅ്നി യൗനി അവരവർക്ക് ആവശ്യമുള്ള
അവരവർക്ക് തന്നെയുള്ള കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയ ബേജാറിലാണെങ്കിൽ നമ്മളെ കാര്യം എന്തെങ്കിലും ഒന്ന് ആവട്ടെ എന്നിട്ട് നോക്കാമെന്നല്ലേ വിചാരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ ഭയാനകത പറയുന്നിടത്ത് ഈ ആയത്ത് ഓതുന്നുണ്ട് പരലോകത്തിൻ്റെ. അവിടുന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം, ആളുകൾ തുഹ്ശറൂന ഹുഫാത്തൻ ഉറാത്തൻ ഗുർല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക നഗ്നരായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചതാണ്, നബിയെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണൂലേ? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചതാണ്. അത് നോക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആരും ഉണ്ടാവില്ല. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. എല്ലാവരും അവരവരുടെ വിഷയത്തിൽ വലിയ ബേജാറിലായിരിക്കും. ഒരു കുടുംബക്കാരും അയാള് വലിയ കുറ്റം ചെയ്ത ആളാണല്ലോ, അയാളെ ഞാനൊന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു പോയി സഹായിക്കൂല. ഓരോരുത്തർക്കും അവരവര് മാത്രമായി തീരുന്ന ഒരു ദിനം വരാനുണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വലൗ കാന ദാ ഖുർബ, ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ പോലും എന്ന് ഇവിടെ പറയുന്നത്. ആ ബന്ധത്തിന്റെ അടുപ്പമാണ് അബസയിൽ പറഞ്ഞത്. ഉമ്മയായാലും മക്കളായാലും ഉപ്പയായാലും ആരും മറ്റൊരാളെ തിരിഞ്ഞു നോക്കൂല. അല്ലാഹ് പറയാൻ, ഇന്നമാ തുൻദിറുല്ലദീന യഖ്ശൗന റബ്ബഹും, തീർച്ചയായിട്ടും താങ്കൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ഫലപ്പെടുന്നത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവർക്കാണ്. നമ്മൾ ഇതിൻ്റെ ആശയം സൂറത്ത് യാസീനിൽ ഒന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. ആളുകളോട് എത്ര വാല് പറഞ്ഞു കൊടുത്താലും നന്നാവണമെന്നൊന്നുമില്ല. ഇനി ഒരുപാട് വയല് കേൾക്കാത്തവൻ നന്നാവുകയും ചെയ്യും. അതിൻ്റെ മാറ്റം എന്താണെന്നറിയോ? അതാണ് ഇന്നമാ തുന്ദറു മനിത്തപഴ റഹ്മാന വഖശിയ എന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ, ആരും കണ്ടിട്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാണ് അള്ളാഹിനെ പേടിയുണ്ടാകുക. അവരോടാണ് മുന്നറിയിപ്പ് നൽകിയാലും താക്കീത് നൽകിയാലും ഫലപ്പെടുക എന്നാണ് ഇവിടെയും പറയുന്നത്. ഇന്നമാ തുന്ദറു അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ആർക്കാണ് മുന്നറിയിപ്പ് ഫലപ്പെടുക? അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്. അള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കുന്നവർക്ക്, വഅഖാമുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്നവർക്ക്, വമൻ തസക്ക, ആര് ആത്മസംസ്കരണം പാലിക്കുന്നുവോ, വിശുദ്ധി പ്രാപിക്കുന്നുവോ, സംസ്കരിക്കപ്പെടുന്നുവോ. സക്കായുസക്കി എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക, നന്നാവുക, ശുദ്ധീകരിക്കുക എന്നൊക്കെയാണ്. ആര് സ്വയം സംസ്കരണം പ്രാപിക്കുന്നുവോ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, അവനവന് വേണ്ടി തന്നെയാണ് ആ സംസ്കരണമായി ശുദ്ധി പാലിക്കുന്നത്. വഇലല്ലാഹി മസീർ, അള്ളാഹുവിങ്കലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ താല്പര്യം ഇതാണ്. നമ്മൾ നന്നാകുന്നത് നമുക്ക് വേണ്ടിയാ. നമ്മുടെ കുറ്റം മറ്റൊരാളും ഏറ്റെടുക്കൂല. നമ്മൾ നന്നായാൽ നമുക്കാണത് നന്മയായി ഭവിക്കുന്നത്. പരലോകത്ത് ആരും തുണയില്ലാത്തപ്പോഴും നമ്മൾ നന്നാകുന്നത് നമുക്ക് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ ആരെങ്കിലൊക്കെ നന്നായതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? അതുമില്ല. മറ്റൊരാൾ നന്നായതുകൊണ്ട് നമുക്ക് ഗുണമില്ല. നമ്മൾ മോശക്കാരായതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നും വിചാരിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് തൻ്റെ മകൻ എന്നുള്ള നിലക്കൊരു പരിഗണനയും പരലോകത്ത് കിട്ടാത്ത ആളായിത്തീരും. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകന് തൻ്റെ ഉപ്പ ഒരു പ്രവാചകനാണ്, നബിയാണ്, വലിയ ആളാണ് എന്നുള്ളൊരു പരിഗണനയും കിട്ടാത്തൊരു ദിനം വരും. അങ്ങനെ ഓരോരുത്തർക്കും, ഇപ്പം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പരിഗണന ലഭിക്കാത്ത ഒരു ദിനം വരും. ദുനിയാവിൽ നല്ല മക്കളുണ്ടെങ്കിലും, നല്ല ഉപ്പുണ്ടെങ്കിലും, നല്ല ഭർത്താവുണ്ടെങ്കിലും, നല്ല ഭാര്യ ഉണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ ഗുണം ചെയ്യും. അത് ദുന്യവിയായ കാര്യങ്ങൾക്ക് സഹായിക്കും. വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ നമുക്കൊന്ന് സഹായിക്കാൻ തോന്നും. പക്ഷേ പരലോകത്ത് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും അനുവാദം ഉണ്ടാവില്ല.
അവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നന്നാകുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ആര് സംസ്കരണം പ്രാപിക്കുന്നുവോ അവനവന് വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത് എന്നാണ്. ആരോടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് കാര്യം? ആർക്കാണ് മുന്നറിയിപ്പ് നൽകിയാൽ ഗുണമുള്ളത്? അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്. അപ്പോ ആ രൂപത്തിൽ അങ്ങനെ ഭയപ്പെടുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇവിടെ സൂചിപ്പിച്ച വിഷയം. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. വമാ യസ്തവി സമമാവുകയില്ല. അൽ അഅ്മാ അന്ധനും വൽ ബസീർ കാഴ്ചയുള്ളവനും. ഒരാൾക്ക് നല്ലോണം കണ്ണ് കാണും, മറ്റൊരാൾക്ക് തീരെ കണ്ണ് കാണൂല. ഒരാൾ കണ്ണ് തുറന്ന് ലോകത്തെ കാണുന്നു, ആ കാണുന്ന കാഴ്ചകളെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന് ചിന്തിക്കുന്നു, അയാൾക്കൊരു ഉൾക്കാഴ്ച ലഭിക്കുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനും ഒരാൾ കണ്ണ് തുറന്ന് കാണുന്നു, പക്ഷെ കണ്ട കാഴ്ചകളുടെ പിന്നിലുള്ള രക്ഷിതാവിനെ അയാൾ അംഗീകരിക്കുന്നില്ല, അയാളുടെ മനസ്സതിന് സമ്മതിക്കുന്നില്ല, അയാൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. സത്യത്തിൽ ഒരന്ധനും ഒരു കാഴ്ചയുള്ളവനും ഒരിക്കലും സമമാവുകയില്ല എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ കണ്ടതിൻ്റെ പിന്നിലുള്ള ഒരു പടച്ച തമ്പുരാനെ അംഗീകരിക്കുന്നവരും കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണടക്കുന്നവരും രണ്ടും സമമാവുകയില്ല. കാഴ്ചയുള്ളവൻ കണ്ടുകൊണ്ടേയിരിക്കും, അതിനെ വിശദീകരിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. കാഴ്ചയില്ലാത്തവൻ അതിന് കഴിയില്ല. ഇത് തന്നെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും തമ്മിലുള്ള താരതമ്യം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വലല്ലുലുമാത്തു വലന്നൂർ. ഇരുട്ടുകൾ, വലന്നൂർ പ്രകാശം. പ്രകാശം പ്രകാശമാണ്, ഇരുട്ടോ അത് ഇരുട്ടുമാണ്. അത് രണ്ടും ഒരിക്കലും സമമാവില്ലല്ലോ. അത് രണ്ടും കണക്കാ, രണ്ടാക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പരലോകത്ത് ഞങ്ങൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും സമമല്ല. പ്രവാചകനിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശത്തെ സ്വീകരിക്കുവാൻ സന്നദ്ധമായ മനസ്സുകളും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതങ്ങളുമുള്ളവരും ആ പ്രകാശത്തെ നിഷേധിക്കുന്നവരും ജീവിത വിശുദ്ധി പ്രാപിക്കാത്തവരും തമ്മിൽ എങ്ങനെയാ സമമാവൂ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് അവർ രണ്ടുപേരെ സമമാവുന്നത്? ഇരുട്ടും വെളിച്ചവും പോലെ വ്യത്യാസമാണ് അവര്. അന്ധനും അതേ പ്രകാരം തന്നെ കാഴ്ചയുള്ളവനും തമ്മിലുള്ളതുപോലെ വ്യത്യാസമാണ് അവര്. അതുകൊണ്ട് വലൽ ഹറൂർ. വലല്ലില്ല് തണലാണ്. ഹറൂർ എന്ന് പറഞ്ഞാൽ കൊടുംചൂടാണ്. കൊടുംചൂടും നല്ല തണുപ്പുള്ള തണലും സമമാവോ? ഇല്ലല്ലോ. ആത്യന്തികമായി മനുഷ്യന്റെ പര്യവസാനം രണ്ടാലൊന്നിലായിരിക്കും. മനോഹരമായ തണലുകളിലുള്ള സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം എത്തുമ്പോൾ കൊടുംചൂടുള്ള നരകത്തിലേക്ക് മറ്റേ വിഭാഗം എത്തും. അത് രണ്ടും സമമാവൂല. ദുനിയാവിൽ അവരുടെ കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അത് തീരുമാനിക്കപ്പെടുക എന്നാണ്. അതുകൊണ്ട് അത് രണ്ടും സമമല്ല. വമാ യസ്തവിൽ അഹ്യാഉ വൽ അംവാത്ത്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാണോ? അല്ലേ അല്ല. ചിലരങ്ങനെയും പറയുന്നുണ്ട്, ജീവിച്ചാലും മരിച്ചാലൊന്നും കുഴപ്പമില്ല, എല്ലാം സമമാണ്. അല്ല, ഖുർആൻ പറയുന്നത് അല്ലേ അല്ല. മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. വിശ്വാസത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴും ചോദിക്കാം, മരിച്ചാലും ചോദിക്കാം, ഒക്കെ കണക്കാന്നൊക്കെ. അതിന് ചില ആയത്തുകളെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യും. ഖുർആൻ പറയുന്നത് സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. വമാ അൻത താങ്കളല്ല ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഖബറിലുള്ളവരെ താങ്കൾ കേൾപ്പിക്കുകയില്ല. ഇൻ അൻത ഇല്ലാ നദീർ. താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്. ഒരു ഖബറിലുള്ള മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുസ്മിഉ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കും. അതൊരു പക്ഷേ ആരുമാകാം, എന്തുമാകാം, കല്ലാകാം, മരമാകാം, അതൊക്കെ അള്ളാഹുവിന്റെ കുദറത്തിൽപ്പെട്ടതാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം
എന്താണോ ഈ പ്രകൃതിപരമായി മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള സംവിധാനം അത് ഉപയോഗപ്പെടുത്താനേ പറ്റുള്ളൂ എന്നാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽപ്പിച്ചു കൊടുത്ത പണി ചെയ്തോളുക. ആ പണി മുഖേന ഉണ്ടാകുന്ന മാറ്റങ്ങളും ആളുകൾക്കുണ്ടാകുന്ന ഹിദായത്തൊക്കെ അങ്ങനെ നടന്നോളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ല എന്നാണ്. ഖബറിലുള്ളവർ കേൾക്കൂല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആയത്തൊന്നുമല്ല ഇത്. ഖബറിലുള്ളവർ കേൾക്കോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. മരിച്ചവർ കേൾക്കുവോ, മരിച്ചവർക്ക് കേൾവി ശക്തി ഉണ്ടാവോ, പിന്നെ മരിച്ചവരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. സൂറത്ത് നംലിൽ അള്ളാഹു പറയുന്നുണ്ട് സമാനമായ മറ്റൊരു ഉപമ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, താങ്കൾക്ക് മരണപ്പെട്ടവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ചിലർ പറയും റസൂലുള്ളാഹിക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയും. അള്ളാഹ്ക്ക് എന്താ കഴിയാത്തത്? അള്ളാഹുവിനെല്ലാം കഴിയും. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമില്ല, നമുക്കുമില്ല. അതുകൊണ്ട് നമ്മളും അള്ളാഹ്ക്ക് കഴിയും വിചാരിച്ചിട്ട് മരിച്ചവരെ വിളിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. മരണപ്പെട്ടവർ കേൾക്കുമെന്ന അർത്ഥത്തിൽ നമ്മൾ വിളിക്കേണ്ടതില്ല. കേൾക്കൂലോ എന്നുള്ള ചർച്ച തന്നെ പ്രസക്തമല്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം എന്താ അറിയോ, ഇനി കേട്ടാൽ പോലും വലു സമിഉ മസ്തജാബു ലക്കും എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ച ആയത്തിലുണ്ടല്ലോ. മരിച്ചവർ കേട്ടു വിചാരിച്ചോ, കേട്ടാൽ എന്താ ഉത്തരം ചെയ്യൂലേ? അപ്പൊ മരണപ്പെട്ടവരെ കേൾപ്പിക്കുകയില്ല എന്ന് മൊത്തത്തിൽ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കേട്ടതായിട്ടുമുണ്ട്, അത് അള്ളാഹു കേൾപ്പിക്കുന്നതായിട്ട്. ബദറിന്റെ സംഭവം, ബദറിൽ വധിക്കപ്പെട്ട ആളുകളെ കൊണ്ടുപോയി കുഴിച്ചു മൂടപ്പെട്ട് അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുന്നുണ്ട്, നബി അവർ കേൾക്കുവോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്ന്. അപ്പൊ അള്ളാഹു അപ്പോൾ അവരെ കേൾപ്പിച്ചതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂറത്തു നംലിൽ അള്ളാഹു പറയുന്നുണ്ട് എന്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല. സൂറത്തു നംലിന്റെ 80-ാമത്തെ ആയത്തിൽ. അപ്പൊ മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ഒരു കാര്യം സ്ഥാപിക്കലല്ല, മറിച്ച് ഹിദായത്ത് ലഭിക്കുകയില്ല. കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയില്ല അവര്. മരിച്ചവർ, ഇതൊരു ഉപമിക്കപ്പെടുന്ന വസ്തു യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണോ ഉപമിക്കുന്നത്, അറബി ഗ്രാമർ പ്രകാരം വജുഹ് ഷിബ്ഹ് മുഷബ്ബഹ് ബിഹി എന്നൊക്കെ ഇങ്ങനെ പറയും, തഷ്ബീഹ്. അപ്പോൾ കേൾക്കുകയില്ല എന്ന വിഷയത്തിലാണ് ഉപമിക്കുന്നത്. അപ്പൊ കേൾക്കൂല. താങ്കൾ താക്കീത് ചെയ്താൽ മാത്രം മതി. ചിലർക്ക് ഹിദായത്തുള്ള കൊടുത്തോളും, ചിലർക്ക് കിട്ടൂല. അത്രേ അതിലൊക്കെയുള്ളൂ എന്നാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കാഴ്ചയുള്ളവരായി, പ്രകൃതിയെ കണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുന്നവരായി, പരലോകത്ത് തണലുള്ള സ്വർഗത്തിലെത്തുന്നവരായി നമ്മളേവരെയും മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു അവൻ നിശ്ചയിച്ച കുറഞ്ഞ കാല ജീവിതത്തിൽ അള്ളാഹുവിനനുസരിച്ചും അള്ളാഹുവിനെ ഇബാദത്തെടുത്തും പരലോക വിജയികളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.